ഒരു കുടുംബത്തിലെ മക്കൾ വളർന്നു വരുമ്പോൾ മൂത്ത മക്കൾ വിവാഹത്തിന് ശേഷം മാറി താമസിക്കുന്ന ഒരു പതിവുണ്ടല്ലോ. ഏകദേശം അതുപോലെ അരീപ്പറമ്പിൽ കുടുംബ യോഗത്തിലെ അംഗങ്ങളായിരുന്ന കാവുകാട്ട് കുടുംബങ്ങൾ ഇപ്പോൾ തനതായ ഒരു കുടുംബയോഗം രൂപവൽക്കരിക്കുകയാണ്. അത് ഈ ചരിത്രത്തിൻ്റെ പുരോഗതിയിൽ വളരെ ന്യായമായിട്ടുള്ള യുക്തമായിട്ടുള്ള ഒരു നടപടിയായിട്ട് ഞാൻ കാണുന്നു. കാരണം നമ്മെ ഏവരെയും യോജിപ്പിക്കുന്ന, നമുക്കെല്ലാവർക്കും ഏറെ ആദരണീയനും നമുക്കെല്ലാവർക്കും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ മാർഗദർശിയുമൊക്കെയായ ദൈവദാസൻ കാവുകാട്ട് പിതാവിൻ്റെ ആ വലിയ വ്യക്തിത്വവും സഭയിലും സമൂഹത്തിലും ഉണ്ടായിരുന്ന ആ സാന്നിധ്യവും നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്വാധീനിച്ചിട്ടുള്ളതും എല്ലാം നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന്, പുരോഗമിപ്പിക്കുന്നതിന് ഇപ്രകാരം ഒരു കുടുംബയോഗം വളരെ ഉപകരിക്കുമെന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് മാത്യു കാവുകാട്ട് പിതാവിൻ്റെ ആ കുടുംബം, അതിനോട് ബന്ധപ്പെട്ട കുടുംബങ്ങളെല്ലാം യോജിച്ചൊരു കുടുംബയോഗം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ടവർ എന്നെ സമീപിച്ച സന്ദർഭത്തിൽ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് അത് ഏറ്റെടുത്ത് ഇവിടെ വന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് ദേവദാസൻ കാവുകാട്ട് പിതാവിനോട് വളരെ അടുപ്പമുണ്ട്. അത് ഞാൻ അവസാനമായിട്ട് പറഞ്ഞുകൊള്ളാം. അതിന് മുമ്പായിട്ട് നമ്മുടെ സിറോ മലബാർ സഭ ലത്തീൻ ഭരണത്തിൽ നിന്ന് മാറി തദ്ദേശീയമായിട്ടുള്ള നമ്മുടെ സ്വഭാവം ക്രമേണ വളർന്നു വന്നതിൻ്റെ ആരംഭഘട്ടങ്ങളിലാണ് രണ്ട് പിതാക്കന്മാർ, അഭിമന്യ മാത്യു കാവുകാട്ട് പിതാവും അഭിമന്യ സെബാസ്റ്റ്യൻ വയലിൽ പിതാവും മെത്രാന്മാരായിട്ട് നിയമിക്കപ്പെട്ടത്. ഇവർ രണ്ടുപേരും ഒരു ഞെട്ടിൽ വിരിഞ്ഞ രണ്ട് പൂക്കൾ എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടാറുണ്ടായിരുന്നു. പല പ്രദേശത്തു നിന്നുള്ളവരാണ് രണ്ടുപേരും. എന്നാൽ അന്നാണ് ചങ്ങനാശ്ശേരി രൂപത രണ്ടായി വിഭജിക്കപ്പെട്ട് ചങ്ങനാശ്ശേരി പാല രൂപതകൾ സംജാതമാകുന്നത്. അപ്പോൾ നിയുക്തരായ ഈ പിതാക്കന്മാർ വളരെയേറെ വ്യക്തിബന്ധങ്ങൾ പുലർത്തിക്കൊണ്ടും രണ്ട് രൂപതകളെയും ഒരേ അജപാലന ശൈലിയിൽ ക്രമപ്പെടുത്തിയും വന്നു. ആരാധനക്രമത്തിൻ്റെതായ പുനരുത്ഥാനത്തിൽ ഏറ്റവും ആദ്യം വ്യക്തമായ രൂപം ഈ പിതാക്കന്മാർക്കുണ്ടായിരുന്നില്ലെങ്കിൽ തന്നെയും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് വിശുദ്ധ കുർബാനയുടെ പുനരുത്ഥാനത്തിനും മറ്റു കൂദാശകളുമെല്ലാം സിറോ മലബാർ സഭയുടേതായ പൈതൃകം, അത് പൗരസ്ത്യ സുറിയാനി സഭയുടേതായ പൈതൃകമാണ്. അതിനനുസരിച്ച് രൂപപ്പെടുത്തുവാൻ ആദ്യത്തെ നടപടികൾ ആരംഭിച്ചവരാണ് ഈ രണ്ട് പിതാക്കന്മാർ. അഭിമന്യ മാത്യു കാവുകാട്ട് പിതാവ് ഈ രണ്ട് രൂപതകൾ സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം പിതാവ് 1951 മെത്രാനായി അഭിഷിക്തനാകുന്നത്. 51 ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. 50 അഭിഷിക്തനായിരുന്നു റോമിൽ വെച്ച്. അപ്പോൾ അങ്ങനെ വന്ന് ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് ശേഷം 1956 പിതാവ് ആർച്ച് ബിഷപ്പായിട്ട്, മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പായിട്ട് ഉയർത്തപ്പെട്ടു. അങ്ങനെയാണ് പാലാ സാമന്ത രൂപതയായിക്കൊണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതയായത്. അതിനുശേഷം രൂപപ്പെട്ടതാണ് കാഞ്ഞിരപ്പള്ളി രൂപത, പിന്നീട് ഇപ്പോൾ തക്കല രൂപത ഒക്കെ ഈ പ്രോവിൻസിൽ. അപ്പോൾ വലിയൊരു തുടക്കക്കാരനാണ് ദൈവദാസൻ കാവുകാട്ട് പിതാവ്. ആ തുടക്കം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പൗരസ്ത്യ സുറിയാനി സഭയുടെ പൈതൃകവും സിറോ മലബാർ സഭയുടെ തനതായ പാരമ്പര്യങ്ങളുമെല്ലാം ഒന്നുചേർന്ന് വളർത്തിയെടുക്കുന്നതിൽ ഈ പ്രൊവിൻസിലെ പിതാക്കന്മാരും
വൈദിക സഹോദരന്മാരും സമർപ്പിതരും അൽമായരുമെല്ലാം പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പരിശ്രമിച്ച് കാണുന്നതിൽ അതിയായ സന്തോഷവുമുണ്ട്. അപ്പോൾ അഭിമന്യ മാർ മാത്യു കാവുകാട്ട് പിതാവ് ആർച്ച് ബിഷപ്പായതിനു ശേഷമാണ് എറണാകുളം അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത അഭിമന്യ ജോസഫ് പാറേക്കാട്ടിൽ പിതാവ് കർദിനാളായിട്ട് നിയമിക്കപ്പെട്ടത്. ഞാൻ ഓർക്കുന്നു 1969 ബാംഗ്ലൂരിൽ ഒരു ഓൾ ഇന്ത്യ സെമിനാർ നടന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സമാപിച്ചതിന് ശേഷം ആ കൗൺസിലിൻ്റെ വീക്ഷണങ്ങളും ദർശനങ്ങളുമൊക്കെ ഭാരതത്തിലെ സഭയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെമിനാറായിരുന്നു ആ ദേശീയ സെമിനാർ. അതിൽ വച്ചാണ് അഭിമന്യ ജോസഫ് പാറേക്കാട്ട് പിതാവിൻ്റെ കർദിനാൾ നിയമനം പ്രഖ്യാപിക്കപ്പെട്ടത്. പിന്നീട് ട്രെയിനിൽ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ വരുന്ന സന്ദർഭത്തിൽ അഭിമന്യ പാറേക്കാട്ടിൽ പിതാവ് കർദിനാളായി ഉയർത്തപ്പെട്ടതിന് ശേഷം ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ആലുവായിലെ റെയിൽവേ സ്റ്റേഷനിലാണ് പിതാവ് ഇറങ്ങിയത്. ആ സമയത്ത് രോഗബാധിതനായിരുന്ന അഭിമന്യ മാർ മാത്യു കാവുകാട്ട് പിതാവ് റെയിൽവേ സ്റ്റേഷനിൽ ഒരു കസേരയിൽ ഇരിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. കാരണം ആ സെമിനാറിൽ മംഗലപ്പുഴ സെമിനാരിയുടെ ഒരു പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് ഞാനും പോയിരുന്നു. തിരിച്ചു വന്ന വഴി കാവുകാട്ട് പിതാവ് അങ്ങനെ ഇരിക്കുന്നത് ഞാൻ സമ്മിശ്ര വികാരങ്ങളോടെ കണ്ടത് ഓർക്കുകയാണ്. അപ്പോഴന്ന് പിതാവായിരിക്കും കർദിനാളാകുന്നത് എന്നൊക്കെയുള്ള സംസാരമൊക്കെ സഭയിലുണ്ടായിരുന്നു. അത് പിതാവ് വേണ്ട എന്ന് വെച്ചതാണെന്ന് പറയുന്നവരും ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ എങ്കിലും അങ്ങനെ അഭിമന്യ മാത്യു കാവുകാട്ട് പിതാവ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും അദ്ദേഹം ചെയ്തിരുന്ന അജപാലന ശുശ്രൂഷയുടെ വൈദഗ്ധ്യം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ആത്മീയതയുടേതായിട്ടുള്ള മുഖഭാവം കൊണ്ടും എല്ലാം ശ്രദ്ധിക്കപ്പെട്ടിരുന്ന വ്യക്തിയാണ്. അന്നത്തെ കേരളത്തിൽ, അന്നത്തെ ഭാരതത്തിൽ അദ്ദേഹം വളരെയേറെ അറിയപ്പെട്ടിരുന്നു. ഞാൻ ഓർക്കുന്നു, ഭാരതത്തിൻ്റെ ആദ്യത്തെ കർദിനാൾ വലേരിയൻ കാർഡിനൽ ഗ്രേഷ്യസ് ബോംബെയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിൽ വരികയും വലിയൊരു സമ്മേളനത്തിൽ അഭിമന്യ മാത്യു കാവുകാട്ട് പിതാവ് SP കോളേജ് ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുകയും അങ്ങനെ ആ ബോംബെയും ചങ്ങനാശ്ശേരിയും തമ്മിലുള്ള ബന്ധം സ്ഥാപിച്ചതുമൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. ഇപ്രകാരമുള്ള ആ പിതാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ പ്രൊവിൻസിന് മാത്രമല്ല, കേരളത്തിലെ സഭയ്ക്കും ഭാരതത്തിലെ സഭയ്ക്കുമൊക്കെ വളരെയേറെ സംഭാവനകൾ നൽകി എന്നുള്ളതാണ് വസ്തുത. പിതാവ് വളരെ പ്രേക്ഷിത സ്വഭാവമുള്ള ഒരു പിതാവായിരുന്നു. പിതാവ് കാഞ്ഞിരപ്പള്ളി രൂപത സ്ഥാപിതമാകുന്നതിന് മുമ്പ് തന്നെ പാലാ വിഭജിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ മലയോര പ്രദേശങ്ങളിലേക്ക് ശ്രദ്ധ വെച്ചു. അങ്ങനെ ശ്രദ്ധ വെച്ച് അവിടെ ആളുകൾ കുടിയിറക്കപ്പെടുന്ന സന്ദർഭങ്ങളിലൊക്കെ ചെന്ന് ജനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ആ കുടിയിറക്കിനെയൊക്കെ നിരോധിക്കുവാൻ സർക്കാരുകളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അമരാവതി കുടിയിറക്കം നമുക്കറിയാം. അതിനുശേഷമാണ് പിതാവ് അവിടെ ഒരു ഫൊറോന ദേവാലയം തന്നെ സ്ഥാപിച്ച് ആ പ്രദേശത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുവന്നത്. ഉപ്പുതറ ഫൊറോന അപ്രകാരം സ്ഥാപിക്കപ്പെട്ട ഹൈറേഞ്ചിലെ ആദ്യത്തെ ഫൊറോന പള്ളിയാണ്. ഇപ്പോൾ അന്ന് ആ പ്രദേശങ്ങളിൽ ഏകദേശം 25-30ഓളം പള്ളികൾക്ക് പിതാവ് ആരംഭം കുറിച്ചു. അത് കഴിഞ്ഞ് ആ പള്ളികളെല്ലാം വികസിച്ചാണ് പിന്നീട് കാഞ്ഞിരപ്പള്ളി രൂപത അഭിമന്യ ആന്റണി കൊടിയറ പിതാവിൻ്റെ കാലത്ത് സ്ഥാപിതമാകുന്നത്. അതുപോലെ തന്നെ പിതാവ് തെക്കൻ പ്രദേശങ്ങളിലേക്ക്, അമ്പൂരി, തിരുവനന്തപുരം, കന്യാകുമാരി പ്രദേശങ്ങളിലേക്കുള്ള മിഷൻ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു. പിതാവാണ് ആദ്യമായിട്ട് ഇന്ന് സ്ഥാപിതമായിരിക്കുന്ന തെക്കല രൂപതയിലെ കന്യാകുമാരി മിഷൻ എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്, ആദ്യ മാമോദീസാകൾക്ക് നേതൃത്വം കൊടുത്ത്. പിതാവ് രോഗബാധിതനായിരുന്നു. പിതാവ് കസേരയിൽ ഇരുന്നതേ ഉള്ളൂ. അച്ഛന്മാരാണ് മാമോദീസ കൊടുത്തത്. പിതാവ് ആശീർവാദങ്ങൾ എല്ലാവർക്കും നൽകിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ മിഷൻ ഇപ്പോൾ ഒരു രൂപതയായി വളർന്നിരിക്കുന്നു. അതുകൊണ്ട് അജപാലനപരവും പ്രേക്ഷിതപരവുമായ പിതാവിൻ്റെ പ്രവർത്തനങ്ങൾ
നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കും ഈ പ്രോവിൻസിനും എത്രമാത്രം ഉപകരിച്ചുവെന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു പിതാവ് രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് കൊടുത്തിരുന്ന നേതൃത്വം. വിമോചന സമരത്തെക്കുറിച്ച് അനുകൂലമായും പ്രതികൂലമായും അഭിപ്രായങ്ങൾ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ കത്തോലിക്ക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ജീവൻ മരണ സമരം തന്നെയായിരുന്നു. അങ്ങനെയുള്ള ആ സമരത്തിന് നേതൃത്വം കൊടുത്തതും അഭിമന്യ മാത്യു കാവുകാട്ട് പിതാവാണ്. അദ്ദേഹത്തോട് തോളോട് ചേർന്ന് നിന്നുകൊണ്ട് വീരകേശരി മന്നത്ത് പത്മനാഭനും ഉണ്ടായിരുന്നു. ഇതെല്ലാം ചരിത്ര വസ്തുതകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പിതാവ് ജനിച്ച് വളർന്ന് സഭയുടെയും സമൂഹത്തിൻ്റെയും തലത്തിലേക്ക് തൻ്റെ വ്യക്തിപ്രാഭവം കൊണ്ടും സേവനങ്ങൾ കൊണ്ടും അറിയപ്പെട്ട വ്യക്തിയായി എന്ന് വരികിൽ ഈ കാവുകാട്ട് കുടുംബം എത്രയോ ധന്യമാണ്. അതുകൊണ്ട് അതേ ഒരു കാരണത്താൽ തന്നെ നിങ്ങളൊരു പ്രത്യേക കുടുംബയോഗമാകുന്നതും ആ കുടുംബയോഗത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ വളരുന്നതും തികച്ചും ആവശ്യകമാണ് എന്ന് ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി വ്യക്തിപരമായിട്ടുള്ള അഭിമന്യ പിതാവിനോട് ബന്ധം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോൾ ഈ രീതിയിൽ ആയിരിക്കുന്നതിൻ്റെ തുടക്കക്കാരൻ ദേവദാസൻ മാത്യു കാവുകാട്ട് പിതാവാണ്. ഞാൻ ഒരു കുടുംബത്തിലെ 6ാമത്തെ മകനാണ്. 10 അംഗങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ. 11 ഉണ്ടായിരുന്നു എന്നാണ് അമ്മച്ചി പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് വളരെ ചെറുപ്പത്തിലെ മരിച്ചുപോയിരുന്നു. അപ്പോൾ അങ്ങനെ 6ാമത്തെ മകനായിട്ട് ഞാൻ ജനിച്ചു വളർന്നു വരുന്ന കാലത്ത് 11ാം ക്ലാസ്, അന്ന് 11 ക്ലാസ്സാണ് ഹൈസ്കൂളിൽ. 11ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ ഞാനൊരു സന്യാസ സമൂഹത്തിൽ പോയി ചേരുന്നതിന് തീരുമാനിച്ചു. സന്യാസം എന്താണെന്നോ ഒന്നുമുള്ള അറിവോടുകൂടിയല്ല, പിന്നെയോ വൈദികനാകണമെന്നുള്ള ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. കാരണം അന്ന് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ മൈനർ സെമിനാരിയിൽ പഠിക്കുന്നുണ്ട്. 10 മക്കളെ വളർത്താനായിട്ട് ഒരു കർഷകനും അതേസമയം കൊപ്ര വ്യവസായിയുമായിരുന്ന എൻ്റെ അപ്പന് വളരെ ബുദ്ധിമുട്ട് അന്നത്തെ കാലത്ത് സഹിക്കേണ്ടിയിരുന്നു. ഞാൻ ജനിച്ചത് 2ാം ലോകമഹായുദ്ധം അവസാനിച്ച ആ വർഷത്തിലാണ്, 1945. അപ്പോൾ അതിൻ്റേതായ ദുഃഖദുരിതങ്ങളെയൊക്കെ നടുവിൽ ആയിരുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ അപ്പനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി ഞാൻ സന്യാസ സമൂഹത്തിൽ പോകാൻ തീരുമാനിച്ചു. ജ്യേഷ്ഠൻ ഇടവക വൈദികനാകുന്നതിന് വേണ്ടി സെമിനാരി ചേർന്നിരുന്നു. അന്ന് ഇന്നത്തെ പോലെയല്ല, സെമിനാരിക്കാരെല്ലാവരും തന്നെ ഏകദേശം ചെലവിൻ്റെ ഒരു നല്ല ഭാഗം വീട്ടിൽ നിന്ന് കൊടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ അപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ എങ്ങനെയോ പുണ്യശ്ലോകൻ കാവുകാട്ട് പിതാവ് ഇതറിഞ്ഞു. വികാരിസിന് ഒരു കുറിപ്പ് കൊടുത്തു വിട്ടു, ഇന്ന പയ്യനെയും അവൻ്റെ അപ്പനെയും കൂടെ അരമനയിൽ വരാൻ പറയണമെന്നും പറഞ്ഞു. ആ കുറിപ്പ് കാണിച്ച് എൻ്റെ അപ്പൻ എന്നെയും കൊണ്ട് അരമനയിൽ പോയി. ചെന്ന ഉടനെ വശ്യമായ പുഞ്ചിരിയോടുകൂടി കാവുകാട്ട് പിതാവ് എന്നോട് ചോദിച്ചു, എന്നാടാ സെമിനാരി സന്യാസിയാവാൻ പോവുകയാണോ എന്ന് ചോദിച്ചു. അന്ന് ഞാൻ പറഞ്ഞു, പിതാവേ അങ്ങനെയൊന്നുമില്ല, വൈദികനാകണമെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആഹാ, വൈദികനാകണമെങ്കിൽ സന്യാസിയാകണമെന്ന് നിർബന്ധമില്ല. വൈദികനാകണമെന്ന് വരികിൽ അതിന് നമ്മുടെ മൈനർ സെമിനാരിയിൽ പഠിച്ച് വൈദികനാകാൻ സാധിക്കും. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടിരുന്നു, വികാരിച്ചൻ കൊണ്ടുവന്ന് കാണിച്ചിരുന്നു, നിനക്ക് നല്ല മാർക്കുണ്ട്, അതുകൊണ്ട് നീ പോയി പ്രീ യൂണിവേഴ്സിറ്റി, അന്ന് 1 വർഷമേ ഉള്ളൂ പ്രീ യൂണിവേഴ്സിറ്റി, പിന്നീടാണ് പ്രീ ഡിഗ്രി ആയത്, അപ്പോൾ പോയി പഠിക്കണം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടു. എൻ്റെ അപ്പൻ പിതാവിൻ്റെ കൈയും മൂത്തി ഞാനും മൂത്തി ഞങ്ങളിങ്ങി പോന്നു. ഞാൻ ഓർക്കുന്നു, ഞാനന്ന് ആ അരമനയുടെ മുറ്റത്ത് വെച്ച് എൻ്റെ അപ്പനോട് ഇച്ചിരി ഇഷ്ടക്കേടായിട്ട് സംസാരിച്ചു. അപ്പോൾ അവൻ എന്നെ പണിയായി കാണിച്ചത് പിതാവിനോട് പറയാൻ മേലായിരുന്നു സാഹചര്യങ്ങൾ. ഒന്നും വേണ്ട, പിതാവ് പറഞ്ഞത് കേട്ടാൽ മതി എന്ന് പറഞ്ഞ് അപ്പൻ എന്നെയും കൊണ്ട് പോയി. പ്രീ യൂണിവേഴ്സിറ്റി പഠിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും പിതാവ് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഇനിയും സന്യാസിയാണോ എന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചിരിച്ചു. അപ്പോഴേക്ക് പറഞ്ഞു, എനിക്കിപ്പോഴും നല്ല മാർക്കുണ്ട്, അതുകൊണ്ട് നീ മൈനർ സെമിനാരിയിൽ താമസിച്ചുകൊണ്ട് BA പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മൈനർ സെമിനാരിയിൽ താമസിച്ചുകൊണ്ട് BA പഠിച്ചു. അന്ന്
ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാകുന്നവർക്ക് അഭിമന്യ പിതാവ് BA ഡിഗ്രിക്ക് കൂടി പഠിപ്പിച്ചിട്ടേ മേജർ സെമിനാരിക്ക് വിടുമായിരുന്നു. ആ ഒരു നടപടിയും നമ്മുടെ സഭയിൽ ആരംഭിച്ചത് കാവുകാട്ട് പിതാവാണ്. അപ്പോഴങ്ങനെ ഞാൻ BA പഠിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിലായിരുന്നു അഭിമന്യ പിതാവ് ഈ എടപ്പാടി പ്രദേശത്തുള്ള മനയാനിക്കൽ കട്ടക്കായം കുടുംബത്തിലെ ഒരു ടീച്ചറിനെ, റിട്ടയർ ചെയ്ത ഒരു ടീച്ചറിനെ കണ്ടെത്തി. ആ ടീച്ചർ താൻ നിശ്ചയിച്ചു വെച്ചിരുന്ന പണത്തിൽ നിന്ന് പിതാവിന് കൊടുക്കുമായിരുന്നു എൻ്റെ പേരിൽ സെമിനാരി ചെലവിന്. അങ്ങനെ പിതാവ് അത് കണ്ടുപിടിച്ച് റെക്ടറച്ചനെ കൊടുത്തിരുന്നു. 1969 വരെ ഞാൻ സെമിനാരി പരിശീലനം ആരംഭിച്ചത് 1962 അപ്പം 7 വർഷത്തോളം പിതാവ് നേരിട്ടത് വാങ്ങി റെക്ടറച്ചന്മാരെ ഏൽപ്പിക്കുമായിരുന്നു. 69 ഒക്ടോബറിലാണല്ലോ പിതാവ് കാലം ചെയ്യുന്നത്. അപ്പോൾ ആ വർഷം പിതാവ് പല കാര്യങ്ങളും ക്രമപ്പെടുത്തി. പിതാവിന് അറിയായിരുന്നു മരണം സമീപസ്ഥമാണ് എന്ന്. അപ്പോൾ 69 മെയ് മാസം ഞാൻ അവധിക്ക് വന്നപ്പോൾ എന്നെ വിളിപ്പിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദർ എന്നാണ് അന്ന് വിളിച്ചത്, ബ്രദറെ നിനക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി നീ ഒരു കാര്യം ചെയ്യുക, നീ നേരിട്ട്, എൻ്റെ റക്തച്ചൻ പറഞ്ഞു നിന്നെ ഈ കാര്യം ഏൽപ്പിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലെന്ന്, നീ നേരിട്ട് ഇന്നയാളുടെ പേര് പറഞ്ഞു, മനയാനിക്കൽ കട്ടകൻ ത്രേസ്യാമ ടീച്ചറിൻ്റെ അടുത്ത് ചെന്ന് പണം വാങ്ങി സെമിനാരി കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ആ മനയാനിക്കൽ കട്ടകൻ ത്രേസ്യാമയെ ആൻറ്റി എന്നാണ് വിളിച്ചിരുന്നത്. ആ ആൻറ്റി, ഞാനും കൂടെ പരിശ്രമിച്ച ആൻറ്റിയെ വീട്ടിൽ പ്രായമായപ്പോൾ കളമശ്ശേരിയിലുള്ള ഒരു മുതിർന്നവരെ നോക്കുന്ന ഭവനത്തിൽ കൊണ്ടുചെന്നാക്കി. അവിടെയാണ് ആൻറ്റി ജീവിച്ചിരുന്നതും മരിച്ചതും അടക്കം ചെയ്യപ്പെട്ടതും. ആൻറ്റിയുടെ മൃതദേഹ സംസ്കാരവും കുർബാനയും ഒക്കെ നടത്തിയത് ഞാനാണ്. പിന്നീടും ഞാൻ കുർബാന ചെല്ലുന്നുണ്ട് ആൻറ്റിക്ക് വേണ്ടി. അപ്പോൾ ഇപ്രകാരം വ്യക്തിപരമായിട്ടുള്ള ഒരു ശ്രദ്ധ മാത്യു കാവുകാട്ട് പിതാവ് വൈദിക വിദ്യാർത്ഥികളുടെ പേരിൽ, സന്യാസിനികളുടെ സമൂഹങ്ങളുടെ പേരിൽ, ഇതുപോലെ കുടിയേറുന്ന ആളുകളുടെ ഇടവകകളുടെ പേരിൽ, അവിടുത്തെ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ പേരിലൊക്കെ ചെലുത്തുമായിരുന്നു. അന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ഹൗസ് വൈദികരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭവനം പോലെയാണ്, സ്വന്തം വീട് പോലെ. ഓടിക്ക ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ തറയിൽ പിതാവ് അവിടെ ഉണ്ടല്ലോ, അങ്ങനെ ആക്കിക്കൊള്ളൂ. അപ്പോഴങ്ങനെ ഉള്ള ആ ഒരു ഭവനത്തിലേക്ക് പലപ്പോഴും ഞാനും കയറി ചെന്നത് ഓർക്കുകയാണ്. ഞാൻ ലോവയിട്ട വർഷമാണ് പിതാവ് കാലം ചെയ്യുന്നത്. ഏതായാലും പിതാവിൻ്റെ ഈ ഓർമ്മ ഞങ്ങൾക്കെല്ലാവർക്കും വളരെയേറെ പ്രചോദനം നൽകുന്നതാണ് എന്ന് മാത്രമല്ല വളരെ വലിയ ഒരു ശക്തിയാണ് ആത്മീയ ജീവിതത്തിൽ, അജപാലന ജീവിതത്തിൽ എന്ന് ഞാൻ പറയുകയാണ്. ഞാനിവിടെ വന്ന് 2-3 പ്രാവശ്യം വന്നു. ഒരു പ്രാവശ്യം വിശുദ്ധ കുർബാനയും അർപ്പിച്ചിട്ടുണ്ട്. ഇന്നിവിടെ വിശുദ്ധ കുർബാന നടന്നു വരുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ പുതിയ കുടുംബയോഗം സംസ്ഥാപിതമാകുന്ന ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, പുണ്യശ്ലോകൻ മാത്യു കാവുകാട്ട് പിതാവിനെ തന്നെ ആയിരിക്കണം നിങ്ങൾ ഈ കുടുംബയോഗത്തിൻ്റെ പേട്രനായിട്ട് നിശ്ചയിക്കാൻ. അദ്ദേഹം കാലം ചെയ്തു എന്നുള്ളത് നമുക്കൊരു കുറവേ അല്ല. മറ്റാരെയും പേട്രനാക്കണ്ട. പേട്രനായിട്ട് 2 പേരെ വെക്കുന്നത് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് ചെയ്തോളൂ. ചങ്ങനാശ്ശേരിയുടെ മെത്രാപ്പൊലീത്തായും പാലായിലെ പിതാവും. കാരണം ചങ്ങനാശ്ശേരിയും പാലായും കാവുകാട്ട് പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയായിരുന്നു. നമുക്കും അങ്ങനെയാണ്. അങ്ങനെയുള്ള ബന്ധം നിലനിർത്തണം. ഏതായാലും പേട്രൺ, ഈസ് എ ഹെവൻലി പേട്രൺ, നമ്മുടെ മാത്യു കാവുകാട്ട് പിതാവ് തന്നെ. ഈ പേട്രൺസോടുകൂടി വേണം നിങ്ങളിത് രൂപവൽക്കരിക്കാനെന്ന് ഞാൻ സഹോദര ബുദ്ധിയ നിങ്ങളോട് പറയുകയാണ്. പിതാവ് നമ്മളെ ഐക്യപ്പെടുത്തുന്ന സ്വർഗീയ കണ്ണിയായിട്ട് നിലനിൽക്കണം എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. പിന്നീടൊരഭിപ്രായം, അത് നിങ്ങൾ പ്രാവർത്തികമാക്കുകയോ പ്രായോഗികമായ ആണെങ്കിൽ ചെയ്യുക. അതായത്
ഈ കുടുംബയോഗത്തിൻ്റെ ഒരു സമ്മേളനം ദേവദാസൻ മാത്യു കാവുകാട്ട് പിതാവിൻ്റെ ആ ചരമദിനത്തോടനുബന്ധിച്ച്, അത് ഒക്ടോബർ 9-നാണ്. പറ്റുമെങ്കിൽ ആ ദിവസം തന്നെ ചങ്ങനാശ്ശേരിയിലെ വളരെ വലിയ ആചരണങ്ങളും വിശുദ്ധ അർപ്പണങ്ങളും ഒക്കെ ഉണ്ട്. അതവിടെ നടക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ നാമകരണ നടപടികൾ ചങ്ങനാശ്ശേരി അതിരൂപതയാണ് നടത്തേണ്ടതും അവരാണ്. പക്ഷേ ഇന്ന് വരെയും ഈ ജന്മഗ്രഹത്തിൽ ഇതിനോടനുബന്ധിച്ച് നിങ്ങൾ ഇപ്രകാരം ഒരു കുടുംബയോഗം സംസ്ഥാപിതമാക്കുന്നത് കൊണ്ട് ആ ഒക്ടോബർ 9-ാം തീയതി ഉള്ള ഒരു ശ്രാദ്ധവും അതിനോടനുബന്ധിച്ച കുടുംബയോഗ സമ്മേളനങ്ങളും നിങ്ങളെല്ലാ വർഷവും നടത്തണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം നിർദ്ദേശിക്കുകയാണ്. നിങ്ങളിപ്രകാരം എല്ലാവരും സമ്മേളിച്ച് അച്ചടക്കത്തോടുകൂടി ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി. കാരണം ഇത് ആദ്യത്തെ പരിശ്രമമാണ്. ഒത്തിരി നിങ്ങളെല്ലാവരും മാധ്യമങ്ങൾ ഉപയോഗിച്ച് ബന്ധപ്പെടാൻ ശ്രമിച്ചതിൻ്റെ ഫലം ഇവിടെ ഉണ്ട്. ഇനി ഈ കാവുകാട്ട് കുടുംബങ്ങളിൽ നിന്ന് ഉള്ളവരാരും ഇതിലേക്ക് വരാതിരിക്കാതെ എല്ലാവരും വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് അഭിമന്യ പിതാവിൻ്റെ ശ്രാദ്ധ തിരുനാളും നിങ്ങളുടെ കുടുംബയോഗവും നടക്കുകയാണെങ്കിൽ അതൊരു വലിയ വിജയമായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. ഏതായാലും ഈ കുടുംബത്തിൻ്റെ കുടുംബയോഗം പാലാരൂപതയ്ക്കും ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കും എന്നും ഒരു വലിയ സംഭവമായിരിക്കും. ഇന്നിപ്പോൾ ഈ കുടുംബത്തോട് ബന്ധപ്പെട്ട കാവുകാട്ട് കുടുംബത്തിൽ തന്നെ ഒരു അച്ഛനുണ്ട്. അച്ഛൻ MST സമൂഹത്തിൽപ്പെട്ട ആളാണ്. എന്തുകൊണ്ട് വന്നില്ല എന്ന് എനിക്കറിഞ്ഞുകൂടാ. വരുമായിരിക്കും ഇനിയുള്ള സമ്മേളനങ്ങളിൽ. ഇപ്പോൾ ഇവിടെയുള്ള ബഹുമാനപ്പെട്ട വൈദികരെല്ലാം അമ്മ വഴി കാവുകാട്ട് കുടുംബത്തോടെ ബന്ധപ്പെട്ടിരിക്കുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ വികാരിസിനും എൻ്റെ സെക്രട്ടറീസിനേ ഉള്ളൂ അങ്ങനെ ഉള്ള ബന്ധങ്ങൾ ഇല്ലാത്തവർ. ഏതായാലും എല്ലാറ്റിനും ഒരു ആത്മീയ ബന്ധങ്ങളാണ് കാവുകാട്ട് കുടുംബത്തോടെ മാത്യു കാവുകാട്ട് പിതാവിനോട് നമ്മെ എല്ലാവരെയും ബന്ധിപ്പിക്കുന്നത്. പിതാവ് വളരെ വലിയ വിശുദ്ധിയുടെ ഒരു മാതൃകയായിരുന്നു. ഞാൻ ഓർക്കുന്നു, ശമാശനായിരുന്ന കാലത്ത് പിതാവ് അരമനയുടെ 1-ാമത്തെ നിലയിൽ ഒരു കസേരയിൽ ഇരിക്കുന്നതും ഒരു സ്റ്റൂളിൽ ഒരു പാത്രത്തിൽ കുറേ നാണയങ്ങൾ വെച്ചിരിക്കുന്നതും ആയിട്ടുള്ള ആ കാഴ്ച എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ഭിക്ഷയാചിക്കുന്ന ആളുകൾ അരമനയിൽ ചെല്ലും. അതിനു മുമ്പ് വരെ പ്രൊക്കറേറ്റർ അച്ഛനാണ് പണം കൊടുത്തിരുന്നത്. പിതാവ് പറഞ്ഞു, ഞാൻ കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞു. ഓരോ ഭിക്ഷയാചിക്കുന്നയാളും വന്ന് പിതാവിനോടാണ് പണം വാങ്ങിച്ചു കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. 50 പൈസ, 1 രൂപ ഇവരെയൊക്കെ പിതാവ് അന്ന് കൊടുക്കുമായിരുന്നു. കൂടുതൽ കൊടുക്കാൻ പിതാവ് ഒരു കുറിപ്പ് കൊടുത്ത് പ്രൊക്കറേറ്റർ അച്ഛൻ്റെ അടുത്ത് വിടുകയാണ് പതിവ്. അങ്ങനെ കൊടുക്കുന്ന 5 രൂപയ്ക്കൊക്കെയാണ്. ഈ 5 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്നത്തെ 5 രൂപ ഒന്നുമല്ല, അതൊരു 500, 5000 ഒക്കെ ഒരു വിലയുണ്ട് അന്ന് 5 രൂപയ്ക്ക്. അപ്പോൾ അന്നത്തെ പ്രൊക്കറേറ്റേഴ്സിൻ്റെ ഡയറിയിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിതാവ് ഇങ്ങനെ കുറിച്ചു കൊടുത്തുവിടുന്ന ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ 15 രൂപയുടെ ഒരു കുറിപ്പുമായിട്ട് പ്രൊക്കറേറ്റേഴ്സിൻ്റെ അടുത്തെത്തി. അപ്പോൾ പ്രൊക്കറേറ്റേഴ്സിന് അവിടെ ഒരു വിഷമം തോന്നിയിട്ട് ചാടി ഓടി 1-ാം നിലയിൽ ചെന്ന് പിതാവ് ഇങ്ങനെയൊക്കെ എഴുതിയാൽ എങ്ങനെയാണ് കൊടുക്കുന്നത്, നമുക്ക് പണം വല്ലതും ഉണ്ടോ? പിതാവ് 15 രൂപ എന്നൊക്കെ എഴുതിയാലിങ്ങനെ കുറിപ്പിങ്ങനെ നോക്കി. ഇപ്പം പിതാവ് പറഞ്ഞു, ഞാൻ 5 എഴുതിയത്, മിക്കവാറും അവനായിരിക്കും 1 ഇട്ടത്. അപ്പോഴേക്കും പ്രൊക്കറേറ്റർ പറഞ്ഞു, അങ്ങനെയാണോ, എന്നാൽ അവനെ ഒന്ന് പിടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞ് അവൻ്റെ പുറകെ ഓടാൻ തുടങ്ങിയപ്പോൾ പിതാവ് പറഞ്ഞു, അച്ഛാ ഇനി വന്ന് അവൻ്റെ ആവേശം കൊണ്ട് എഴുതിയായിരിക്കും കൊടുത്തേക്കാം. പിതാവിനെ കുറിച്ചുള്ള ചില അനുഭവങ്ങൾ പറയുമ്പോഴത്തേക്ക് വാക്കുകൾ മുട്ടിപ്പോകും. ഇങ്ങനെയുള്ള വ്യക്തിപരമായ അനുഭവങ്ങൾ പലതും ഞങ്ങൾക്കുണ്ട്, പഴയ തലമുറയ്ക്കുണ്ട്, ഇപ്പോഴത്തെ തലമുറയ്ക്കുണ്ടെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി എൻ്റെ ഈ മൂടൊന്ന് മാറാനായിട്ട് വേറൊരു സംഭവം പറയാം. കാവുകാട്ട് പിതാവ് ഒരിക്കൽ ഞങ്ങളുടെ മൈനർ സെമിനാരിയിൽ വന്നു. മൈനർ സെമിനാരിയിൽ വന്നിട്ട് പിതാവ് ഞങ്ങളുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. കുർബാന കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സന്ദർഭത്തിൽ അന്ന് ഞങ്ങൾക്ക് സാധാരണ ദിവസങ്ങളിലൊക്കെ പുട്ട്, കപ്പ ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങ് കിഴക്കൻ പ്രദേശം, ഇന്ന് കാഞ്ഞിരപ്പള്ളി പ്രദേശമാണ് ഒരു മനുഷ്യന്, അവർക്കൊക്കെ കപ്പ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ആ കപ്പ ഇങ്ങനെ കൂന പോലെ കൂട്ടി വെച്ചിട്ട് അതിൻ്റെ ഒരറ്റത്തുനിന്ന് കഴിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പിതാവ് ഇങ്ങനെ ഇറങ്ങി ഞങ്ങളുടെ ഇടയിൽ കൂടെ വന്നിട്ട് ഈ ബ്രദറിൻ്റെ
തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, ബ്രദറെ വിശ്വാസമുണ്ട് മലയും മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള നർമ്മബോധത്തോടെയുള്ള കാര്യങ്ങളും പിതാവിൻ്റെ ഭാഗത്തുനിന്ന് വേറെ ചിലതുകൊണ്ട് എല്ലാം ഒന്നും ഞാൻ അനുസ്മരിക്കുന്നില്ല. ഞാൻ വിരമിച്ചയാളായതുകൊണ്ട് പറഞ്ഞതെല്ലാം നിങ്ങൾ വിസ്മരിച്ചാലും കുഴപ്പമില്ല. പക്ഷേ എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ മാനിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുകയാണ്. ഈ ഒരു വാക്കുകളോടുകൂടി നമ്മുടെ ഈ കുടുംബയോഗത്തിൻ്റെ പ്രഥമ സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായിട്ട് അറിയിക്കുന്നു. കുടുംബയോഗം ഇനിയും നന്നായി പുരോഗമിച്ച് വളർന്ന് വികസിച്ച് നമ്മളുടെ കാവുകാട്ട് പിതാവിനോട് ബന്ധപ്പെട്ട് ഇതിൻ്റെ പൂർണ്ണരൂപം പ്രാപിക്കാൻ ഇടയായി തീരട്ടെന്ന് ആശംസിക്കുകയും ചെയ്യും.